ഹായ്, വെൽക്കം എവരിവൺ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാം. ഇനി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കാമിൽ പോയിട്ട് തലയിടത്തില്ല, കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല എന്ന് തീരുമാനം ഉറപ്പിച്ചെടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. കാരണം പുതിയൊരു രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇത് ബിഗിനേഴ്സിനായിട്ടുള്ളൊരു വീഡിയോയാണ്. കാരണം ടെക്നിക്കൽ അനാലിസിസിന്റെ ഒന്നും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ. പിന്നെ അറിയാവുന്നവർക്കും ചിലപ്പോൾ പറയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഒരു നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെട്ടേക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു ചാർട്ടിൽ നമ്മൾ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. ചുമ്മാ കയറിയിട്ട് കണ്ണും പൂട്ടി നമ്മൾ എൻട്രി എടുക്കുമോ? ഒരിക്കലും ഇല്ല. അതാണ് നമ്മൾ പഠിച്ചിട്ട് എൻട്രി എടുക്കുക എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ടൈപ്പ് അനാലിസിസുകൾ ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്നത്. അതായത് ഫണ്ടമെന്റൽ അനാലിസിസ് വഴിയും ടെക്നിക്കൽ അനാലിസിസ് വഴിയുമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനിയുടെ റിപ്പോർട്ടുകൾ, ആനുവൽ റിപ്പോർട്ട്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, അതിന്റെ വരാനുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കിയിട്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് എൻട്രി എടുക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചാർട്ട്, ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പ്രൈസ് ആക്ഷൻ, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രൈസ് ആക്ഷന്റെ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഫണ്ടമെന്റൽ നമ്മൾ വളരെ കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. മാർക്കറ്റ് ക്യാപിറ്റലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരുപാട് കൊല്ലത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല നോക്കുന്നത്. വളരെ കുറച്ച് കാലത്തേക്ക് അതിന്റെ ഒരു എൻട്രി കണ്ടുപിടിക്കുന്നു, ഒരു എക്സിറ്റ് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നു. ഒന്നുകിൽ പ്രോഫിറ്റിൽ അല്ലെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം മതിയായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിച്ചു നോക്കുക. നല്ലൊരു ഫണ്ടമെന്റലി നല്ലൊരു കമ്പനിയുടെ ചാർട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കുമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മൂവ്മെന്റ് നമുക്ക് തരുമായിരിക്കുമല്ലോ. അപ്പം നല്ലൊരു മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിക്ക് നല്ലൊരു ചാർട്ട് ആയേക്കാം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ ഇപ്പോഴും ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. കാരണം ഷെയർ മാർക്കറ്റിൽ എപ്പോഴും ഇത്ര ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഒരു 70% അല്ലെങ്കിൽ 60% നമുക്ക് അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്, കാരണം അത് കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് റിസ്ക് മാനേജ് ഇപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പം പ്രൈസ് ആക്ഷന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്നുള്ളൊരു കാര്യമാണ്. സപ്പോർട്ട്, റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രത്യേക ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് പ്രൈസ് തിരിച്ച് മുകളിലോട്ട് പോയേക്കാം എന്നാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റിന്റെ ഒരു വിശ്വാസം. അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ബയ്യേഴ്സ് ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് പറ്റും? ആവശ്യക്കാർ കൂടുമ്പോഴത്തേക്ക് വില കൂടുന്നു. അപ്പൊ ആ ഒരു പ്രൈസ് മുകളിലോട്ട് പോയേക്കാം. രണ്ടാമത്തെ കാര്യം റെസിസ്റ്റൻസ്. ഇതിന്റെ റിവേഴ്സ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു പ്രൈസ് ചെന്നാൽ അത് തിരിച്ച് താഴേക്ക് വരും. എന്തുകൊണ്ടാണ്? കറക്റ്റാ, നിങ്ങൾക്കറിയാം ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ. മനസ്സിലായോ? സെല്ലേഴ്സ് കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പ്രൈസ് ചെറുതായിട്ടൊന്ന് താഴെയിടും. പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിലെങ്ങനെ നമുക്കൊരു എൻട്രി എടുക്കുന്നതിന് നമ്മൾ സഹായിക്കും. നമ്മൾ എങ്ങനെ സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കും? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ചാർട്ട് എടുത്ത് വെക്കുക. ഒരു സപ്പോർട്ട് ഏരിയയും റെസിസ്റ്റൻസ് ഏരിയയും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അത് മാർക്ക് ചെയ്യുക. അതായത് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കും. അതായത് സപ്പോർട്ട് ഏരിയ, ഒന്നിലധികം സപ്പോർട്ട് ഒരു ഏരിയയിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് ചേർത്ത് വരയ്ക്കും. അതിനർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് ഭാവിയിലും അവിടെ ഒരു സപ്പോർട്ട് എടുത്തേക്കാം എന്നുള്ളൊരു അസംഷനാണ്. ആ ഒരു ഏരിയയിൽ എടുത്തേക്കാം എന്നുള്ളൊരു അസംഷനാണ് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക്. റെസിസ്റ്റൻസ് ഏരിയ സെയിം തന്നെ. ഒരു പർട്ടിക്കുലർ ഏരിയ എത്തുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത ചാർട്ട് നോക്കിയിട്ട് നമുക്കത് പഠിക്കാം. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ചാർട്ട് നോക്കി കണ്ടാലും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ വരയ്ക്കുന്നതിന്റെ കാര്യമൊക്കെ. അപ്പൊ നമ്മൾ അവിടെ എത്തുന്നു, അത് തിരിച്ചു വരുന്നു. അത് രണ്ട് ലൈൻ അങ്ങനെ വരുന്നൊരു മുകളിലത്തെ രണ്ട് ഏരിയ, റിവേഴ്സിൽ വരുന്ന ആ ഏരിയ തമ്മിൽ ചേർത്ത് വരയ്ക്കാൻ നേരത്ത്, തിരിച്ച് പ്രൈസ് വരുന്ന ഒരു ഏരിയ വരയ്ക്കാൻ നേരത്ത് നാളെ അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തേക്കാം. നാളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അടുത്തൊരു സമയത്തും ആ ഒരു പ്രൈസ് ഏരിയ, പ്രൈസ് അല്ലെങ്കിൽ ചാർട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് തിരിച്ചു വന്നേക്കാന്നാണ് വിശ്വാസം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിരിക്കുക, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ആ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. ഇതൊരു സപ്പോർട്ട് ഏരിയ. ഇവിടെ തട്ടി തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സപ്പോർട്ട് വരയ്ക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യത്തുള്ളൂ. തിരിച്ച് റെസിസ്റ്റൻസിന്റെ കാര്യത്തിലും ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതൊന്ന് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ട് റീടെസ്റ്റ് എടുക്കുവാണെങ്കിൽ എന്ത് പറ്റും? അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അത് സപ്പോർട്ടായിട്ട് മാറും. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. അല്ലാതെ ഒരുപാട് എലിയേറ്റ് വേവ് തിയറി എന്നും അല്ലെന്നുണ്ടെങ്കിൽ ഡോസ് തിയറി എന്നൊന്നും പറഞ്ഞ് ഒരുപാട് കാര്യം നമുക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങളല്ല തിയറികളെല്ലാം നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചാർട്ട് എടുത്തിട്ട് നമുക്ക് അതോടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ഇന്റർഫേസ് ആണ്. ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനകത്ത് അക്കൗണ്ട് എടുക്കുക, സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമില്ല. ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇതാണ് വരയ്ക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിനോ അല്ല ചാർട്ട് അനാലിസിസ് ചെയ്യാൻ നേരത്തെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു ചാർട്ട് സെർച്ച് ചെയ്യും. ഞാൻ ഒരു ചാർട്ട് വരച്ച് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരുമാതിരി വീഡിയോസിലെല്ലാം പാരലായിട്ട് തന്നെ വരച്ച് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടലിലാണ് വരയ്ക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏരിയ അത് നേരെ തന്നെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഫ്ലാഗ് പാറ്റേൺ ഒക്കെ വരുമ്പോഴത്തേക്ക് പല പാറ്റേൺസ് ഉണ്ട്. അതെല്ലാം നമുക്ക് കുറച്ചായിട്ട് നമുക്ക് പഠിക്കാം. ലോങ് ടൈം പഠിക്കാം. ഒറ്റയടിക്ക് ചാടി കയറി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് മനസ്സിലാവും. അതുമില്ല ഇതുമില്ല എന്നായിപ്പോ. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒന്ന്, നമുക്കിപ്പോൾ ഒരു ചാർട്ട് സെർച്ച് ചെയ്യാം. അത് ഏതാന്ന് വെച്ചാൽ ഏത് വേണം? സെയിൽ വരയ്ക്കാം. സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മണ്ടയ്ക്ക് മുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ ഇപ്പോൾ ചെറിയൊരു ഓവർവ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലൈൻ ചാർട്ടായിട്ടും കാണാം, ക്യാൻഡിൽ സ്റ്റിക്സും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ചാർട്ട് നമ്മളൊന്ന് ഓപ്പൺ ആക്കുക. എന്ത് ചെയ്യും? ഇവിടെ ഉണ്ട് ഒരു വീക്കിലി ടൈം ഫ്രെയിമാണ്. നമുക്കിനകത്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ റാൻഡമായിട്ടുള്ള ഒരു ചാർട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിനകത്ത് ഒരു എൻട്രി പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രേക്ക് ഔട്ട് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് ലൈൻ്റെ ആ ഒരു പ്രാധാന്യവും റെസിസ്റ്റൻസ് ലൈൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ലൈൻ ടൂൾ എടുക്കുന്നു. ഇപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ കാണുമ്പോഴത്തേക്ക് ഒറ്റ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിലും ഒരു റെസിസ്റ്റൻസ് കാണുന്നില്ലേ? അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തൊരു അവിടെ എത്തിയിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നില്ലേ? അപ്പോൾ നമ്മളെന്തോ നമ്മുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസ് ലോങ് ടൈമിൽ അത് പിന്നെ ആ ഒരു ഹിസ്റ്ററി അവിടെ തന്നെ ആവർത്തിച്ചേക്കാന്നാണല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. നിങ്ങൾക്ക് തന്നെ കാണാം. ഇത് കണ്ടോ, നമ്മളിപ്പം ഈ ഒരു ഏരിയയിലെത്തി. ഈ ഒരു ഏരിയ കൂടെ നമ്മൾ ചേർത്ത് ഒന്ന് വരച്ചു കഴിയുമ്പോഴത്തേക്ക് വന്നേക്കുന്നുണ്ടോ? നമ്മൾ ഈ ഒരു ഇത്രയും നമ്മൾ കാണുന്നുള്ളൂ. ഇത് രണ്ടും നമ്മൾ ചേർത്തൊരു നീട്ടി വരയ്ക്കാൻ നേരത്ത് ഇതൊരു വീക്ക്ലി ടൈം ഫ്രെയിം ആയതുകൊണ്ട് ഒത്തിരി ദിവസം എടുക്കും. പക്ഷെ നമ്മളിപ്പം ജസ്റ്റ് ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്ക് ഇതുണ്ടോ, 2010 2008 നമ്മൾ ഒന്ന് വരച്ചതായത്. എന്നിട്ട് ആ ഒരു ഏരിയ തമ്മിൽ നമ്മൾ നോക്കാൻ നേരത്തുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒരു റിവേഴ്സിൽ വരുന്നു. അതെ, പിന്നെ 3, പിന്നെ അവിടെ 4ാമത് എത്തിയപ്പോഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ആയത്. അത് റീടെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കേട്ടവർക്ക് മനസ്സിലാവും. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലെത്തിയാൽ അതൊരു സപ്പോർട്ടായിട്ട് മാറും. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നുണ്ടോ? ഇവിടെ തട്ടിയിട്ട് പിന്നെ തിരിച്ചു പിന്നെ വേറെ റെസിസ്റ്റൻസാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തൊരു സപ്പോർട്ട് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം വഴി തന്നെ ഇതുണ്ടോ, തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാം. ഇപ്പം തൊട്ട് താഴെ തന്നെ നമ്മൾ കണ്ടോ ഈ ഒരു ഏരിയ നമ്മൾ ചേർത്ത് ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ഒരു പ്രത്യേക ഒരു ഏരിയയിൽ 1 2 3 4 പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ മുകളിലോട്ടാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻട്രിയുടെ എക്സിറ്റിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പല തിയറീസും ഇതിനെപ്പറ്റി ബേസ് ചെയ്തുണ്ട്. ഡോസ് തിയറി, അങ്ങനെ പിന്നെ അക്യുമുലേഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അതൊക്കെ തുടക്കത്തിലെ ചാടി കയറി നോക്കി എല്ലാം കയ്യിൽ നിന്ന് പോകും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിമ്പിളായിട്ട് വെക്കുന്നതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്തായാലും ഈ വീഡിയോ കണ്ടവർ, ഇപ്പം പുതിയതായിട്ടുള്ളവർ, അറിയാവുന്നവർ വേണ്ട, പുതിയതായിട്ടുള്ളവർ ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. ഒരു 4-5 ചാർട്ടൊക്കെ എടുത്തിട്ട് ഒരു ചാർട്ടിൽ നിന്ന് എന്തോരം റെസിസ്റ്റൻസ് സപ്പോർട്ട് വരയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പുതിയൊരു എൻട്രി എക്സിറ്റ് ഇപ്പോൾ കണ്ടുപിടിക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് വരയ്ക്കാൻ നേരത്ത് അപ്പം അത് ലോങ് ടൈമിൽ ഒന്ന് നീട്ടി വരച്ച് നോക്കുക. ഇവിടെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലായല്ലോ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് വരച്ച് ഒന്ന് പഠിക്കുക. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒറ്റ വട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പല പാറ്റേൺസും പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. ഒരു ബുക്കിലും കാണാത്ത രീതിയിൽ പല പാറ്റേൺസും നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു സെയിൽ എടുത്തുകൊണ്ട് നന്നായി. കാരണം നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസും കാണാൻ പറ്റി, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കാണാൻ പറ്റി.
ഇപ്പോൾ സപ്പോർട്ട് നിങ്ങൾക്ക് അത് വരച്ചെടുക്കാൻ പറ്റി, സപ്പോർട്ടും കാണിച്ചു തരാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ്, നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട്, അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് അതൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റി. മനസ്സിലായി? അപ്പം നിങ്ങൾ പല ചാർട്ടിനകത്ത് ജസ്റ്റ് ബേസിക് ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഒന്ന് വരച്ച് നോക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ആവശ്യത്തിന് അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് ഒരുപാട് സൈക്കോളജിയും ട്രേഡിങ്ങിന്റെ സൈക്കോളജിയും ഒരുപാട് ചാർട്ടുകൾക്കകത്തുള്ള കാര്യം, ക്യാൻഡിൽ സ്റ്റിക്സിന്റെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് മുന്നോട്ട് പോയാൽ മതി. വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയാലും പറ്റുമെന്നുണ്ടെങ്കിൽ തുടക്കക്കാർ കാണാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതും പറഞ്ഞു തന്നിട്ടും കാര്യമില്ല, വലിച്ചു വരി തന്നിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ നല്ലൊരു ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ, അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾ ശ്രമിക്കുക. ജസ്റ്റ് ഒരു ട്രേഡിംഗ് വ്യൂ എടുക്കുന്ന വരച്ച് തുടങ്ങി നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആവും. നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാൻ വേണ്ടി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു.